നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിരിക്കുന്നു. 3 പേജിലായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിന്റെ ഉള്ളടക്കങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതുപോലെ 3 പേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകദേശം 90 കിഡ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സരിത എസ് നായർ കൊടുത്ത 36 പേജ്, 26 പേജ്, 24 പേജ് ഒക്കെ ഉള്ള പരാതികളാണ്. അതിലൊരു പരാതി ഒരു പേജ് മിസ്സാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായത് നമ്മുടെ ഓർമ്മകളിൽ ഓടിയെത്തുന്നുണ്ട് ഈ 3 പേജ് എന്ന് പറയുമ്പോൾ. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു മമ്മൂക്കയുടെ ഒരു സിനിമയുണ്ട്, ബാപ്പുട്ടിയുടെ നാമത്തിൽ എന്നാണ് ആ സിനിമയുടെ പേര്. അതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്താണ്. ആ സിനിമയിൽ ഇതുപോലെ ഒരു ക്യാരക്ടർ ഉണ്ട്, വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നതും അപ്പോൾ അവർക്കുണ്ടാകുന്ന വികാരങ്ങൾ വളരെ കോമഡിയിലൂടെ അവതരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഒരു സീനുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. ഇത് ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതേപോലത്തെ ഒരു കാര്യത്തിലൂടെയാണ് ഈ പരാതിക്കാരി കടന്നു പോകുന്നത് എന്നതാണ്. ഈ പരാതി നൽകിയ ഒരു യുവതിക്ക് ഭർത്താവുണ്ട്, അവർ കല്യാണം കഴിച്ചതാണ്. അങ്ങനെ വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ഇഷ്ടത്തിലാവുന്നു, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, അവിടെ കുറെ പ്രോബ്ലങ്ങൾ സംഭവിക്കുന്നു. എന്നിട്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുന്നു. എന്തൊരു വിചിത്രമായ കാഴ്ചയാണത്. എന്നിട്ട് ഇവിടെ നല്ലവളായി മുദ്ര കുത്തുന്നത് ഈ സ്ത്രീയെ, ഭർത്താവുള്ള ഒരു സ്ത്രീ അന്യപുരുഷനുമായി റിലേഷൻഷിപ്പ് ഉണ്ടായി ഈ സ്ത്രീയാണ് ഇവിടെ ഏറ്റവും വലിയ മാന്യമായവൾ. അവളുടെ ഭാഗത്ത് തെറ്റില്ല. ഇവിടെ കല്യാണം കഴിക്കാത്ത ഒരു യുവാവ്. അപ്പോൾ ഇവിടെ ആരാണ് കുറ്റക്കാര്, ആരെയാണ് ക്രൂശിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഇത് കേസ് ആവാൻ പോകുന്നത്, ഒന്നും ഒരു രൂപമില്ല. എങ്ങനെയാണ് ഇത് കേസ് ആവുക എന്ന് പോലും അറിയില്ല. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ കാണുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, വളരെ ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കുടുംബം എടുത്ത് നോക്കുക. അദ്ദേഹം വളരെ നല്ല ഒരു അച്ഛൻ, ഗൃഹനാഥൻ, ഭർത്താവ് എന്നൊക്കെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഇത്രയും നാൾ അദ്ദേഹത്തിന്റെ കുടുംബം മെയിൻറ്റെയിൻ ചെയ്തു പോയി ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം മനസ്സിലാവും പേഴ്സണലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു കുടുംബിനിയായി ജീവിക്കേണ്ടവൾ മറ്റൊരു പുരുഷനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുമ്പോൾ ഇത് എത്ര വിചിത്രമായ സംഭവമാണ് എന്ന് പേഴ്സണലി ശ്രീ പിണറായി വിജയൻ സാർ ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് താവാതെ നോക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചാൽ അപ്പോ മുഖ്യമന്ത്രിയുടെ ബാക്കിയുള്ള 1-2% ഒരു ഇമേജ് ഉണ്ടാവും, അതുകൂടെ താഴേക്ക് പോകും എന്നാണ് പറയാനുള്ളത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കല്ലേറുകൾ, ഇവിടെ ഏത് പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും കാര്യങ്ങളുടെ വസ്തുതകൾ വളരെ വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം ഒരാളെ നിങ്ങൾ കല്ലെറിയുക. ആരെ വേണമെങ്കിലും വിമർശിക്കാം, കുറ്റപ്പെടുത്താം, രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും പറയാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. വളരെ വലിയ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ചെയ്തവൾ ഞാൻ നല്ലവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകുമ്പോൾ ആലോചിക്കുക, ഒരു 1.5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന സ്ത്രീ വഞ്ചിച്ചത് 2 പുരുഷന്മാരെയാണ് സാർ. അങ്ങനെയുള്ള സ്ത്രീയാണ് സാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ചെന്ന് പരാതി കൊടുത്തത്. അപ്പോ ആ സ്ത്രീയുടെ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. തന്റെ അല്പമെങ്കിലും തെറ്റുണ്ട് എന്ന് സ്വന്തം മനസാക്ഷിയോട് ആ സ്ത്രീ ചോദിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. രാഷ്ട്രീയപരമായി ഒരാളെ കൊല്ലാക്കൊല ചെയ്യിക്കാൻ എന്റെ മൊഴി കാരണമാകുമെങ്കിൽ അത് ഞാൻ ചെയ്യും എന്ന് ഈ കുതന്ത്രം മെനയുന്ന രാഷ്ട്രീയ പുറംപോക്കുകളുടെ ഒപ്പം നിന്ന് ഇത്രയും വലിയ തെമ്മാടിത്തരം ചെയ്യുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് സാർ നല്ലവളാവുന്നത്? എങ്ങനെയാണ് സാർ അവൾക്ക് പരാതി കൊടുക്കാൻ ധൈര്യം വരുന്നത്? എങ്ങനെയാണ് സാർ അവരെ സമൂഹം സപ്പോർട്ട് ചെയ്യേണ്ടത്? കുടുംബം എന്ന മഹത്തായ വ്യവസ്ഥിതിയിൽ പാലിക്കേണ്ട ഏത് നിയമമാണ് സാർ ആ സ്ത്രീ പാലിച്ചത്? അവർ നശിപ്പിച്ചത് ആ കുടുംബത്തെ കൂടിയല്ലേ, 2 കുടുംബങ്ങളെയല്ലേ? അവളുടെ കുടുംബം അടക്കം 3 കുടുംബങ്ങളെയല്ലേ സാർ അവൾ പച്ചയ്ക്ക് ഇതിനോടകം തന്നെ നശിപ്പിച്ചിട്ടുണ്ടാവുക?
ഇത്രയും നശിപ്പിച്ച അവൾ പിന്നെ എങ്ങനെയാണ് സാർ നല്ലവളാവുക? അവളെ എങ്ങനെയാണ് സാർ പൊതുസമൂഹം സപ്പോർട്ട് ചെയ്യുക? ഇതൊന്നും ചിന്തിക്കാതെ ഒരു ചെറുപ്പക്കാരൻ അവന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ അത്യുജ്വലമായി മുന്നേറുമ്പോൾ അതിന്റെ നേർക്ക് പച്ചവെള്ളം ഒഴിക്കാനുള്ള നിങ്ങളുടെ ഈ ആവേശമുണ്ടല്ലോ, അത് ഒരിക്കലും നടക്കില്ല, നടത്താൻ ഈ കേരള സമൂഹം അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തിയായി മുന്നോട്ട് പോവുക. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ സപ്പോർട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.